ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാലും ഭൂതകാലത്തിൻ്റെ അവശിഷ്ടങ്ങളാലും ചുറ്റപ്പെട്ട വടക്കൻ ഗസയിൽ തൻ്റെ വീടിരുന്ന സ്ഥലത്ത് സയ്യിദ് സലേം വിശ്രമിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയാണ് അദ്ദേഹം. 1948 സയ്യിദിന് 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഗസയിൽ ആദ്യം വീട് നഷ്ടപ്പെടുന്നത്. ഗസയിൽ നിന്ന് 14 കിലോമീറ്റർ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഹിർബിയ ഗ്രാമത്തിലായിരുന്നു ആ വീട്. അന്ന് വീട് പൂട്ടി താക്കോൽ ഭദ്രമാക്കി ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പലായനം ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു സലേമിന്. കാലുകൾ തളർന്ന് ക്ഷീണിച്ച ആ യാത്രയുടെ അവസാനം അവരെ കാത്തിരുന്നത് ടെന്റുകളും അഭയാർത്ഥി ക്യാമ്പുകളുമായിരുന്നു. കാലിറപ്പിച്ചിരുന്ന സ്വന്തം മണ്ണ് കൈവിട്ടു പോയെന്ന് ഗസ്സ മുനമ്പിന്റെ വടക്കു ഭാഗത്ത് കൂടാരങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അവർ തിരിച്ചറിഞ്ഞു. ഹിർബിയ ഉൾപ്പെട്ടിരുന്ന ഭൂമിയിൽ 1949 ഇസ്രായേൽ സിക്കിം കിബുട്സ് സ്ഥാപിച്ചു. വീടുകൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്നും അത് മറ്റുള്ളവർ കയ്യേറിയെന്നും അവർ മനസ്സിലാക്കിയപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ആ വീട് വിട്ടു പോകേണ്ടിയിരുന്നില്ല എന്നാണ് അവർക്ക് അപ്പോൾ തോന്നിയത്. അവിടെ തന്നെ താമസിച്ച് മരിച്ചാൽ മതിയായിരുന്നു എന്ന് 1000 തവണയെങ്കിലും തോന്നിയിട്ടുണ്ടെന്ന് സയ്യിദ് പറയുന്നു. 1948 നെക്കുബയിൽ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട 7 ലക്ഷത്തിലേറെ ഫലസ്തീനികളിൽ ഒരാളാണ് സയ്യിദ് സലേം. ഏകദേശം 7.5 പതിറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഇസ്രായേൽ സൈന്യം വീണ്ടും ഗസയിൽ കടന്നുകയറി. ഫലസ്തീനികൾ ഗസ മുനമ്പിന്റെ തെക്കുഭാഗത്തേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു. മരണം മുന്നിലെത്തി നിൽക്കുമ്പോഴും സയ്യിദ് സലേമും കുടുംബവും ഇസ്രായേലിന്റെ ഭീഷണി വകവെച്ചില്ല. നെക്കുബ ആ തെറ്റ് ഇനി ആവർത്തിക്കില്ല എന്ന മനക്കരുത്തോടെ യുദ്ധസമയത്തുടനീളം അവർ വടക്കൻ ഗസയിൽ തന്നെ താമസിച്ചു. ഉപരോധത്തിന് പുറമെ ഉപരോധങ്ങളാണ് വടക്കൻ ഗസയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയത്. തെക്കുഭാഗത്തേക്കാൾ വളരെയധികം കുറവ് സഹായം മാത്രമേ ഇവിടേക്ക് എത്തിയിരുന്നുള്ളൂ. അവിടെ വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ച് ഒരു ആഗോള നിരീക്ഷണ സംഘം മുന്നറിയിപ്പ് വരെ നൽകി. വിശപ്പ്, ദാഹം, ബോംബാക്രമണം, ഭയം എല്ലാം ഞങ്ങൾ സഹിച്ചു. മൃതദേഹങ്ങൾക്കിടയിലും അവശിഷ്ടങ്ങൾക്കിടയിലും മൃഗങ്ങൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിച്ചാണ് ഞങ്ങൾ ജീവിച്ചത്. പക്ഷേ ഒരിക്കലും വടക്കൻ ഗസ വിട്ടുപോയില്ല. കരയാക്രമണത്തിന് മുൻപ് ഇസ്രായേൽ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അധിനിവേശം അവസാനിച്ച ഉടനെ ഇവിടേക്ക് ആദ്യം മടങ്ങിയെത്തിയയാൾ ഞാനായിരുന്നുവെന്നും സയ്യിദ് സലേം പറയുന്നു. സലേം തിരിച്ചെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസ ഏറ്റെടുക്കുമെന്നും ഫലസ്തീനികളെ മറ്റെവിടേക്കെങ്കിലും മാറ്റിപ്പാർപ്പിക്കുമെന്നും പ്രഖ്യാപിക്കുന്നത്. ഗസ നിർഭാഗ്യകരമായ സ്ഥലമാണെന്നും മിഡിൽ ഈസ്റ്റിലെ റിവിയേരയായി പുനർനിർമ്മിക്കുമെന്നൊക്കെ മോഹവാഗ്ദാനങ്ങളുമായി എത്തിയതായിരുന്നു ട്രംപ്. 15 മാസം നീണ്ട യുദ്ധത്തിൽ തകർന്ന വീടുകൾക്കുള്ളിലും മറ്റും അതിജീവിച്ച മനുഷ്യർക്കിടയിലേക്കാണ് ട്രംപ് പുതിയ നിർദ്ദേശങ്ങളുമായി എത്തുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ സഹോദരന്റെ വീട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവിടെ അഭയം തേടിയ 90-ലധികം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സയ്യിദ് സലേമിന് നഷ്ടപ്പെട്ടിരുന്നു. വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഗസയിൽ തുടരുന്നതിന്റെ അപകടം എന്താണെന്ന പൂർണ്ണ ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് യാതൊന്നും അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നില്ല. ഒന്നിനും അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാനും കഴിയുന്നില്ല. നെക്കുബ ആവർത്തിക്കില്ല. ഹിർബിയ ഉപേക്ഷിച്ചതുപോലെ വടക്കൻ ഗസ ഇനിയും വിട്ടുകൊടുക്കില്ല. എന്തു വില കൊടുത്തും അവിടെ തന്നെ തുടരും. സയ്യിദിനെ പോലെ ഭയമെന്ന കുമിള പൊട്ടി നിർഭയരായി മാറിയവരാണ് വടക്കൻ ഗസയിൽ അധികവും. സലേമിനെ പോലെ ട്രംപിന്റെ വിദേശത്തെ വീട് എന്ന വാഗ്ദാനം ഏറ്റെടുക്കുന്നതിനേക്കാൾ ഈ മണ്ണിൽ പോരാടി മരിക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെടുന്നു അവരിലധികം പേരും. ഗസ പുനർനിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിർമ്മിക്കട്ടെ, പക്ഷേ തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നതാണ് അവരുടെ നിലപാട്. സയ്യിദ് സലേമും കുടുംബവും ലക്ഷക്കണക്കിന് ഫലസ്തീനികളുടെ പ്രതിനിധികളാണ്. അതിഭീകരമായ ആൾനാശവും വസ്തുനാശവുമാണ് ഗസയിൽ സംഭവിച്ചത്. മൊത്തം പുനർനിർമ്മാണ പദ്ധതിക്ക് $50 ബില്യൺ വേണ്ടിവരുമെന്നാണ് UN കണക്കാക്കുന്നത്. ഒരു ഹമാസ് മുക്ത ഗസയോ ഫലസ്തീനെയോ അവർക്ക് ആവശ്യമില്ല. വേണ്ടത് അടിയന്തര മാനുഷിക സഹായം മാത്രമാണ്. ലോകത്തിന് സഹായം തേടുന്നുണ്ടവർ. പക്ഷേ സ്വന്തം മണ്ണ് വിട്ടുപോകണമെന്ന രാഷ്ട്രീയ നേതാക്കളുടെ ആശയങ്ങളോട് മാത്രം മുഖം തിരിക്കുന്നു. എന്തൊക്കെ അതിജീവിച്ച ജനതയാണ്. ഇനിയൊരു യുദ്ധമുണ്ടായാലും ഗസ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് ഓരോ ഫലസ്തീനിയും ആവർത്തിക്കുന്നത്. ഇതിനിടെ ട്രംപിന്റെ പുതിയ പദ്ധതികൾ എന്തായിരിക്കുമെന്നും ഉറ്റുനോക്കുന്നുണ്ട് ലോകം.